നമ്മൾ കേരളത്തിലെ നിവാസികൾ ഈ ഭരണകർത്താക്കളോട് ചെയ്യുന്നത്? അവര് തന്ന വികസനം, നമ്മൾ നടന്നു പോകുന്ന റോഡിന്റെ സൗകര്യം, നമുക്ക് നിർബാധം കിട്ടുന്ന ഇലക്ട്രിസിറ്റി, അതായത് തടസ്സമില്ലാതെ അതിനൊന്നും നമ്മൾ കാണില്ല. പക്ഷേ ഒരു ദിവസം കറണ്ട് വന്നില്ലെങ്കിൽ പരാതി പറയും. അപ്പോ ഉടനെ മന്ത്രിസഭയെ കുറ്റം പറയും, മന്ത്രിയെ കുറ്റം പറയും. ഒരു ദിവസം റോഡിൽ ഒരു ഗട്ടർ വന്നാൽ അത് മാത്രമേ നിങ്ങൾക്കും എനിക്കും ന്യൂസ് ഉള്ളൂ. പക്ഷെ ഈ നന്ദി, ഈ ഗ്രാറ്റിറ്റ്യൂഡ് അത് വേണം. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. എളുപ്പമല്ല, രാഷ്ട്രീയം എന്നല്ല, ഒരു തൊഴിലും ഒരു സ്ത്രീക്ക് എളുപ്പമല്ല. ഒരുപാട് സംഘർഷങ്ങളുണ്ട്. അത് സിനിമ ആയിക്കോട്ടെ, വീട്ടമ്മ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ. ആ സംഘർഷങ്ങളിലും ഈ മണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കാൻ തയ്യാറായിട്ട് ശൈല ടീച്ചർ വരുന്നു. ആ ശൈല ടീച്ചർ 5 വർഷം കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് ചിന്തിച്ചതിന്റെ റിസൾട്ട് അനുഭവിച്ചവരാണ് നമ്മൾ. അഭിമാനത്തോടെ പറയട്ടെ, അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഇപ്പോഴും ശ്വാസം എടുക്കുന്നതും ധൈര്യത്തോടെ എണീറ്റ് നിൽക്കുന്നത്. ആ ധൈര്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ശൈലജ ടീച്ചർ നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല, നമ്മുടെ കേരളത്തിന്റെ ആവശ്യമാണ്. അത് പറയുക, മനസ്സിലാക്കി കൊടുക്കുക. പുതിയ വോട്ടേഴ്സിന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള യാത്രകൾ, ഇത് നടത്താൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതാവുന്ന അവസ്ഥയിലേക്ക് സ്വയം നമ്മൾ കേരളത്തെ എത്തിക്കണമോ? കേരളം ഭരിക്കുന്നവർ പറയും നിങ്ങൾ എന്ത് കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കേരളത്തെ എത്തിക്കുമ്പോൾ ഈ 10 വർഷം നമ്മൾ ഇല്ലാതാക്കുകയാണ്. നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. മുന്നോട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരുപാട് റോഡുകളും ബ്രിഡ്ജസും മാത്രമല്ല, ചിന്തയിൽ. അതാണ് ഇത്തവണത്തെ പ്രകടന പത്രികയിൽ കാണുന്നത്.